പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും, ഡയറക്ഷൻ ആയാലും ഇന്റർവെല്ലിൽ നമുക്കൊരു നല്ലൊരു സസ്പെൻസ് തന്നിട്ടാണ് മൂവി മുന്നോട്ട് പോകുന്നത്. ഒരു ഫാന്റസി കോമഡി പടമാണോ? ആക്ച്വലി കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കോമഡിക്ക് വേണ്ടി ചെയ്തതല്ല, എന്നാലും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ചില കോമഡികൾ. അനശ്വരയൊക്കെ വീണ്ടും ഹിറ്റ് അടിക്കണോ? അനശ്വര സൂപ്പർ ആയിട്ടുണ്ട്. അനശ്വരയുടെ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സീനുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ട് പറയുന്നില്ല. സൂപ്പർ ആയിട്ടുണ്ട് മൂവി എല്ലാം കൊണ്ട്. നല്ല പടമായിരുന്നു. എല്ലാവരും പോയി കാണും. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ല വിഷ്വൽ ഫീറ്റാണ്. കുറേ ചിരിക്കാനുണ്ട്, കുറേ ഫൺ മൂമെന്റ്സ് ഉണ്ട്. അനശ്വരയുടെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വരായാലും ബാലുവായാലും അർജുനായാലും ഒക്കെ ഗംഭീരമാണ്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു ഫാന്റസി ത്രില്ലറാണോ പടം? ഫാന്റസി ത്രില്ലർ. കോമഡി ഒക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് നല്ല രസമുള്ള കോമഡികളാണ്. ജെന്യൂൻ കോമഡികൾ ഒരുപാടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. ചിരിക്കാനുണ്ട്. മോള് സിനിമയിലുണ്ട്, പടത്തിലുണ്ട്. നല്ല പടമാണ്. ഫുൾ ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു ഫൺ ത്രില്ലർ എന്ന് പറയാം പടം ഫുള്ളായിട്ട്. നമുക്ക് ഇന്ന് കാണാനുള്ളതുണ്ട്. എന്തായാലും വാച്ച് ചെയ്യാം. അശ്വൻ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? രണ്ട് പേർ പറയാമോ? കണ്ടോ നിങ്ങൾ? നിങ്ങളല്ലേ എപ്പോഴും പറയട്ടെ. എല്ലാവരും എല്ലാവരും ബാലുവും അർജുനും അല്ല അഭിനയിച്ചാൽ എല്ലാവരും പിന്നെ കണ്ടന്റ് നല്ല രസമുണ്ട്. ഡയറക്റ്റും കളിക്കുന്നുണ്ട്. കണ്ടു അങ്ങനെ കണ്ടു. ഞാനെനിക്കിഷ്ടമായി. വളരെ വേറെ ഞാൻ ആദ്യമായിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം. രണ്ട് വേരിയേഷനുള്ള ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഭയങ്കര സന്തോഷം. എല്ലാവരും നന്നായിട്ടുണ്ട് പടം. എല്ലാവരും പോയി കാണണം. ഒരു എന്താ പറയുക, ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ജോണർ സിനിമയാണ്. എല്ലാവരും പോയി കാണണം. വളരെ അഭിപ്രായമാണ്. പിന്നെ അർജുനും ശരി ബാലു എല്ലാവരും നന്നായി. അടുത്തത് വടക്കൻ പ്രണയവർണ്ണ കണ്ണൂർ ബേസിട്ട് അടുത്ത മാസം ഷൂട്ട് കഴിച്ചു. എല്ലാം ഷൂട്ടും കഴിഞ്ഞു. അടുത്ത മാസം കണ്ണൂരിലാണോ? കണ്ണൂർ ഷൂട്ട് കഴിഞ്ഞു. നല്ല ഫിലിം, ഫാമിലിയായിട്ട് കാണാൻ. കോമഡി ഉണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലുണ്ട്. മേക്കിങ്ങും കളറിങ്ങും. ഒരു ഫാന്റസി ത്രില്ലറാണോ പടം? അതെ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാനും നല്ല എല്ലാം ഇഷ്ടപ്പെട്ടു. അനശ്വരയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. നല്ല ഫാമിലി എല്ലാം വേറെന്ത് പറയാനുള്ള മൂവിയെ കുറിച്ച്? അപ്പോൾ നല്ല മെസ്സേജ് ഉണ്ട്. ഇങ്ങനെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ സെക്കൻഡ് ഹാഫ് തകർത്തുണ്ട്. അനശ്വരാജൻ സ്റ്റണ്ടും എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട പടം. അത് എൻ്റർടൈനറാണ്. ഫാന്റസി ത്രില്ലറാണോ പടം? ഫാന്റസി ആണോ? ഫാൻറ്റസി അല്ല, കോമഡി ത്രില്ലർ. കുറച്ച് ഫാൻറ്റസി ഇല്ല, കോമഡി ത്രില്ലറാണ്. നല്ല പടമാണ്. എല്ലാം തിയേറ്ററിൽ പോയി കാണുക. ഫാമിലി എൻ്റർടൈനറാണ്. യാതൊരു വർക്കായിട്ട് വായനസില്ല. ഒരു നന്നായി കംപ്ലീറ്റ് എല്ലാവരും പോയി കാണുക. അപ്പോൾ എങ്ങനെയാണ് പറയാനുണ്ടായിരുന്നു പടം? ഒരു സിമ്പിൾ കോമഡി മിസ്റ്ററി ത്രില്ലറിനെ പറയുന്നില്ല, പക്ഷെ എന്താ പറയുക, ഒരു പടത്തിലുടനീളം ഒരു മിസ്റ്ററി ഉണ്ട്. അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി കോമഡി എന്നാൽ വെക്കണ്ടായിരുന്നു. ഇവരെ 3 പേരെ പെർഫോമൻസ്, ബാലു വർഗീസ്, അർജുൻ, രസമുണ്ടായിരുന്നു. ഒരു കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. അർജുൻ വരുമ്പോഴാണ് പടത്തിൻ്റെ ഒരു ലെവൽ മാറുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഓക്കെ എവിടെയൊക്കെ എനിക്ക് അടികപ്പിയറെ കൂട്ടുവാണെങ്കിൽ വൈകി ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കഥ ചേഞ്ച് ചെയ്യലും ആ ഒരു ഹിസ്റ്ററി റിലേറ്റഡ് മിസ്റ്ററി നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ക്ലൈമാക്സ് നമ്മൾ എന്താ പറയുക, നമുക്ക് വേണ്ടതെല്ലാം ഈ മൂവിയിലുണ്ട്. കോമഡി ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, അത്യാവശ്യം ചിരിക്കാനുള്ള മൊമെൻറ്റ്സും ഉണ്ട്. സോ തിയേറ്ററിൽ വന്ന് ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എൻ്റെ പ്രശ്നം സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് ഹാഫ് അത്ര ഓക്കെ ആയിരുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഓക്കെ സാറ്റിസ്ഫൈഡ്. അനശ്വരയുടെയും എല്ലാവരും പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവരെ 3 പേരെ കോമ്പിനേഷൻ മീൻസ് നൈസായിരുന്നു. രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനശ്വര നൈസായിരുന്നു. നമുക്ക് പൊതുവേ ചെയ്ത് കാണാത്ത, പുള്ളിക്കാരൻ ചെയ്ത് കാണാത്തൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അർജുൻ വരുമ്പോൾ പടത്തിൻ്റെ ഒരു മൂഡ് മാറുന്നുണ്ട്. രസമാണ്. ബാലു വർഗീസ് നൈസായിരുന്നു.